സോ നമ്മുടെ ഒരു പുതിയ വീക്കിലി അനാലിസിസ് സെഷനിലേക്ക് സ്വാഗതം. സോ ലാസ്റ്റ് വീക്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു എന്നുള്ളതും നമ്മളെ ടെലിഗ്രാമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, ആ ഒരു പ്ലാനിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ള എക്സിക്യൂഷൻ എന്തായിരുന്നു എന്നുള്ളതിൻ്റെ ബ്രേക്ക് ഡൗൺസും നെക്സ്റ്റ് വീക്സിലേക്ക് എന്താണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ ഫസ്റ്റ് തന്നെ 11-നായിരുന്നു നെക്സ്റ്റ് ഡേ. അപ്പോൾ ഞാൻ ഓൾറെഡി ലാസ്റ്റ് വീക്സിലുള്ള 2 പ്ലാൻസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള പ്ലാൻസ് അതുപോലെ തന്നെ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, കൺഫർമേഷൻ. സോ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ ഈ ഒരു ഇക്വിലിബ്രിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കണ്ടീഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഇക്വിലിബ്രിയത്തിൽ നിന്നും മാർക്കറ്റ് എന്ത് ചെയ്യാം, ഒരു അപ്സൈഡ് മൊമെൻറ്റം തരാം, അല്ലെങ്കിൽ മാർക്കറ്റ് എഗെയിൻ താഴേക്ക് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇത് പറയാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രോപ്പർ ബ്രേക്കൗട്ട് അല്ല, ബ്രേക്കൗട്ടുള്ള ട്രെൻഡ് റോസിൽ നമുക്കിവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. സോ എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ ഇവിടെ നിന്നായിരിക്കും മാർക്കറ്റിൽ ക്രിയേറ്റ് ആവുക എന്നുള്ളത് നമുക്കറിയാം. ഓക്കെ, സോ ഇതായിരുന്നു നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തായാലും ടെലിഗ്രാമിലേക്ക് ഒന്ന് പോകും. യെസ്, നമ്മൾ 11-നാണ് നമ്മൾ രാവിലെ തന്നെ സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. സെയിം പ്ലാന് നമ്മളിവിടെ ഇങ്ങനെ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാങ്ക് നിഫ്റ്റിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാങ്ക് നിഫ്റ്റിയുടെ കേസിൽ ഇവിടെ മാർക്കറ്റ് പ്രോപ്പറായിട്ട് വന്ന് ടാപ്പ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു പ്ലാൻ രാവിലെ തന്നെ നമ്മൾ ലാസ്റ്റ് വീക്കിലെ അനാലിസിസ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞ പ്ലാൻസ് ആണ്. സോ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ എത്ര പോയിൻറ്റ്സാണ് നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. കണ്ടോ, സോ ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ ഏകദേശം 620 പോയിൻറ്റ്സാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. സോ അതിനുശേഷം മാർക്കറ്റ് റിവേഴ്സ് ആയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം പ്ലാൻ തന്നെ നമ്മൾ നിഫ്റ്റിയിൽ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് നമുക്കിവിടെ വന്നിട്ടുള്ളത് ഏകദേശം 259 പോയിൻറ്റ്സ് നിഫ്റ്റിയുടെയും ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്. സോ ലാസ്റ്റ് ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ 800 പോയിൻറ്റ്സ് ആണ് ടോട്ടലി മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലെവലിൽ നിന്നുള്ള മൊമെൻറ്റം. സോ ഇനി നമുക്ക് അവിടെ എങ്ങനെയാണ് കൺഫർമേഷൻസ്, അല്ലെങ്കിൽ അവിടെ എന്തൊക്കെയാണ് നടന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. സോ നമ്മൾ ലെവൽ എന്താ, ഈ ഒരു ലെവൽ. അപ്പോൾ 11th മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ബുള്ളിഷായിട്ട് കൺസിഡർ ചെയ്യുന്നത് എവിടെയാണ്, നമുക്ക് ഇവിടെയാണ് പ്രോപ്പറായിട്ടുള്ളൊരു കൺഫർമേഷൻ വേണ്ടത് അല്ലേ. ഈ ഒരു സോണിൽ നിന്ന് അപ്സൈഡാണ് നമ്മുടെ പ്ലാൻ അല്ലേ. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, 1 അവർ ടൈം ഫ്രെയിം ഡിപ്പെൻഡ് ചെയ്യുന്നു. ഒറ്റ ദിവസം മാർക്കറ്റ് ഈ പറയുന്ന ഫുൾ ടാർഗറ്റ് ഇരുന്നല്ലോ, അടുത്ത ആഴ്ചയിലേക്ക് മാർക്കറ്റ് പോകാൻ പോസിബിലിറ്റിയുള്ള അടുത്ത ആഴ്ചയിലേക്ക് നമുക്ക് ഈ ഒരു ഹൈ വരെ ടാർഗറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ ലോ ടൈം ഫ്രെയിമിൽ നമ്മൾ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ട് കയറുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കറൻ്റ്ലി മാർക്കറ്റിൽ 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. ഓക്കെ, 15 മിനിറ്റിലൂടെ എന്താണ് കറൻ്റ് നടന്നേക്കുന്നത്, ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിലൊരു ട്രെൻഡ് ലൈൻ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ബിൽഡ് ചെയ്യുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയാൽ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ വേണ്ടി പറ്റിയ എവിടെയാണ്, ഈ പറയുന്ന ലിക്വിഡിറ്റി സോണിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഇതാണ് നമ്മൾ കറൻ്റ്ലി അടുത്ത ദിവസങ്ങളിലേക്കുള്ള ലോ ടൈം ഫ്രെയിമിൻ്റെ ടാർഗറ്റ് കൺസിഡർ ചെയ്തത്. ഓക്കെ ഓക്കെ, ഇതാണ് നമ്മളുടെ നെക്സ്റ്റ് ലെവലിൽ കൺസിഡർ ചെയ്തത്. അതുപോലെ തന്നെ 1 അവർ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഇവിടെ ഇമ്പൾസീവ് ആയിട്ടുള്ളൊരു നല്ലൊരു സെൽ ഓഫ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. അപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഓർഡർ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു ഇംബാലൻസ് മാർക്കറ്റിൽ ഇവിടെ ഉണ്ട്. സോ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ് അല്ലേ. കാരണം എന്താ, അങ്ങനത്തെ ഒരു ഇംബാലൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഹ്യൂജ് സെൽ ഓഫ് തന്നിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് ഹ്യൂജ് ബൈങ് തന്ന പോലെ തന്നെ ഇവിടെ നിന്നൊരു സെൽ ഓഫ് എന്നൊക്കെ കാണാൻ പറ്റും. സോ ആ ഒരു ലെവലിൽ നിന്നൊക്കെ റീട്രേസ്മെൻറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഹൈ ആണ്. ഓക്കെ, സോ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ലെവലിലേക്കാണ്. ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ലെവൽസും അതേപോലെ മൾട്ടിപ്പിൾ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. നമ്മളിവിടെ നോക്കിയിട്ടുള്ള സിനാരിയോ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ട്രെൻഡ് ലൈൻ ലിക്വിഡിറ്റി മാർക്കറ്റിലുണ്ട്. സോ ഇതിലേക്കാണ് നമ്മൾ കറൻ്റ്ലി ഈ ഒരു ദിവസത്തിൽ 11th ഡേയിൽ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് നമ്മളുടെ ബുള്ളിഷ് കൺഫർമേഷൻ കിട്ടിയാൽ നമ്മൾ പ്ലാൻ വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ മാർക്കറ്റിൽ എങ്ങനെയാണ്, നമുക്ക് ലോ ടൈം ഫ്രെയിമിലാണ് നമ്മളെപ്പോഴും ട്രേഡ്സ് വരിക. ഞാൻ കൂടുതലും 1 മിനിറ്റിലേക്കും ആണ് ട്രേഡ്സ് വരിക. ഞാൻ അതിലേക്ക് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് 2 മിനിറ്റ്സിൽ എങ്ങനെയാണ് പ്രസൻസ് നോക്കാമെന്ന് നോക്കാം. യെസ്, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് സ്ട്രക്ചർ വെച്ച് തന്നെ നമുക്ക് നോക്കാം. വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. പ്രോപ്പർ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു രീതിയിലുള്ളൊരു പുഷ് നമ്മുടെ ഈ ഒരു എക്വിലിബ്രിയം സോണിൽ ടാപ്പ് ചെയ്തതായിട്ട് കാണാം. എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, യെസ് യെസ്, ഇവിടെ നോക്കിയേ, ഇവിടെ ഓൾറെഡി മാർക്കറ്റ് ഡേ ഹൈനെ ഇമ്പൾസീവായിട്ട് ക്രോസ് ചെയ്തു. യെസ് അല്ലേ, വളരെ ഇമ്പൾസീവായിട്ട് ഡേ ഹൈനെ മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ടാർഗറ്റ് എവിടെയാണ്, ഈ ഒരു ലെവലിലേക്ക് പോകാം അല്ലേ. അപ്പോൾ അതിനുള്ളിൽ ഇവിടെയൊക്കെ പ്രോപ്പറാണ് സെയിം 15 മിനിറ്റ് ലിക്വിഡിറ്റി ബിൽഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ലോ ടൈം ഫ്രെയിമിൽ എന്തായാലും ലിക്വിഡിറ്റി ബിൽഡ് ചെയ്ത് തന്നെയായിരിക്കും മാർക്കറ്റ് വരാം അല്ലേ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് കിട്ടി, നമുക്കിവിടെ വേണ്ട പ്രസൻസ് കിട്ടി അല്ലേ. നല്ല രീതിയിൽ ഈ ഒരു ക്യാൻഡിലൊക്കെ മാർക്കറ്റിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന റീറ്റെയിലേഴ്സിന് പറ്റുമോ, ഇല്ല അല്ലേ. പ്യുവറായിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ് അവർ പറ്റുക അല്ലേ. അപ്പോൾ ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ബുള്ളിഷായിട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇവിടെ ഒരു റീടെസ്റ്റിലാണ് നമ്മൾ എൻട്രി ചെയ്തത്. അറിയാമല്ലോ, നമ്മൾ 2 എൻട്രി മോഡലാണ്. സോ
നമ്മളുടെ ഈ ഒരു എൻട്രി മോഡൽ അറിയാത്തവരുണ്ട്, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, താഴെ നമ്മുടെ വെബിനാറിൻ്റെ ലിങ്ക് ഉണ്ട്. എങ്ങനെയാണ് എൻട്രി എടുക്കുക എന്നുള്ളതും നിങ്ങളവിടെ എന്ത് കൺഫർമേഷൻ നോക്കുക എന്നുള്ളത് എല്ലാം തന്നെ ഞാൻ ആ വെബിനാറിൽ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പോഴും അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെയുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യുക, ഈ മാസത്തെ വെബിനാറിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാണ് കറൻ്റ്ലി മാർക്കറ്റിൽ എന്ത് ചെയ്യുന്നത്, നമ്മളുടെ ബൈങ് സോൺ. സോ ഇവിടെ നമ്മൾ ഈ ഒരു റേഞ്ചിലാണ് നമ്മൾ ബൈങ് പ്ലാൻ ചെയ്തിട്ടുള്ളത്, ഇവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ കറൻ്റ്ലി നമ്മൾ എടുക്കുന്ന ലെവൽ അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് സോൺ എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ലെവലിലേക്കായിരിക്കും. സോ അതിനിടയിൽ ലോ ടൈം ഫ്രെയിമിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്ത് മാറും കേട്ടോ. ഇതാണ് നമ്മൾ കറൻ്റ്ലി പ്ലാൻ ചെയ്തത്, കാരണം ഇവിടെ നിന്ന് അഗ്രസീവ് ആയിട്ടുള്ളൊരു ബൈങ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ബോത്ത് ബാങ്ക് നിഫ്റ്റി ആൻഡ് നിഫ്റ്റി, ഇപ്പോൾ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഡിസ്കസ് ചെയ്യാം. കാരണം ഞാൻ ഈ ഒരു ട്രേഡ് പ്ലാൻ എടുത്തിട്ടുണ്ടായിരുന്നത് പേഴ്സണലി ബാങ്ക് നിഫ്റ്റിയിൽ മാത്രമായിരുന്നു. നിഫ്റ്റിയിൽ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, കാരണം നിഫ്റ്റിയുടെ കേസ് നിങ്ങൾക്ക് അറിയാമല്ലോ, റിലയൻസ് അല്ലെങ്കിൽ TCS ഇങ്ങനെയുള്ള സ്റ്റോക്കുകൾ നല്ല രീതിയിലുള്ള സെൽ ഓഫ് കണ്ടീഷനിലായതുകൊണ്ട് തന്നെ നെഗറ്റീവായിട്ടുള്ള കുറേ കേസസ് ഉണ്ടല്ലോ, ടാറ്റ മോട്ടോഴ്സ് അങ്ങനെ കുറേ കാര്യങ്ങളിലൊക്കെ നെഗറ്റീവ് കേസസ് ഉള്ളത് കൊണ്ട് തന്നെ നിഫ്റ്റിയിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യില്ല. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മളെ ബാങ്ക് സ്റ്റോക്സ് കുറച്ച് സ്ട്രോങ് ആയതുകൊണ്ട് ഞാൻ ബാങ്ക് നിഫ്റ്റിയിലാണ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ ഇവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു കേട്ടോ, പ്രോപ്പറായിട്ട് നമ്മളുടെ ആ ഒരു ഡിസ്കൗണ്ട് പ്രൈസിലേക്ക് വന്നു. അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്ത് കണ്ടോ. അപ്പോൾ ഇവിടെ സ്ട്രക്ചർ എന്ത് ചെയ്യണം, അതാണ് ഞാൻ ചോദിക്കുന്നത്. പ്രോപ്പർലി നെക്സ്റ്റ് ബ്രേക്ക് ഔട്ട് ക്രിയേറ്റ് ചെയ്തു. സോ കൺഫർമേഷനായി അല്ലേ. സ്റ്റിൽ മാർക്കറ്റ് കറൻ്റ്ലി ഇന്ന് സ്റ്റാർട്ട് ചെയ്തു, ഡേ ഹൈനെ ബ്രേക്ക് ചെയ്തു, മാർക്കറ്റ് എഗെയിൻ റീടെസ്റ്റ് വന്നു. ആ റീടെസ്റ്റിൽ നമ്മൾ എൻട്രി ചെയ്തു, ഇവിടെ പ്രോപ്പർ കൺഫർമേഷൻ കിട്ടി, ഇവിടെ ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം കിട്ടി, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രസൻസ് കിട്ടി അല്ലേ. അപ്പോൾ എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അല്ലേ. ഇതെല്ലാം ഞാൻ പറയുന്നത് ജസ്റ്റ് സ്ട്രക്ചർ ബേസ് ചെയ്ത് മാത്രമാണ്. സോ ഇനി നമുക്ക് വേണ്ടത് എന്താണ്, ഈ സ്ട്രക്ചർ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ചേഞ്ച് ആയാൽ നമ്മളവിടെ എവിടെയാണെങ്കിലും എക്സിറ്റ് ചെയ്യും. നമ്മൾ ടാർഗറ്റ് വരെ നമ്മൾ എന്ത് ചെയ്യണം, എഗെയിൻ മാർക്കറ്റിൽ പ്രോപ്പറായിട്ടുള്ള ബൈയിങ് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റി അല്ലേ. അപ്പോൾ 1 ഹവറിലേക്ക് സ്വിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത്, നമ്മളെപ്പോഴും ഒരു ലിക്വിഡിറ്റി സോൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി സോണിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ നോക്കുന്നില്ല. കാരണം ചിലപ്പോൾ മാർക്കറ്റ് മൂവ് ചെയ്തിരിക്കും, പക്ഷേ ഇത് നമ്മുടെ ടാർഗറ്റ് ലെവലാണ്. ഇവിടെ പ്രോപ്പറായിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും, മനസ്സിലാവും. സോ ഈ ഒരു ട്രേഡ് എടുത്ത് എത്ര മണിക്കാണ് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഏകദേശം 9:45 എൻട്രി എടുത്തിട്ടുള്ളത്. കറൻ്റ്ലി ഒരു 10:33 ആയപ്പോൾ തന്നെ ഏകദേശം 1:2.7. സോ ഇവിടെ ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. റീസൺ എന്താണ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഹ്യൂജ് ബൈയിങ് തന്നെ മാർക്കറ്റിൽ നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ മെയിൻലി യൂസ് ചെയ്യുന്ന കാര്യം ഞാൻ പറയാം, 1:3, 1:2.5 ആണ് ഞാൻ എൻ്റെ ബുക്കിംഗ് ആറാറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ചില കണ്ടീഷൻസിൽ കൺഫർമേഷൻസ് കൂടുതലുണ്ടെങ്കിൽ മാത്രം 1:4 വരെ ഞാൻ മാക്സിമം പോകാറുള്ളൂ. സോ എൻ്റെ ബുക്കിംഗ് റേഞ്ച് എത്തിക്കഴിഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറഞ്ഞാലും അവിടെ എക്സിറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ 1:4ൻ്റെ ട്രേഡാണ്. സോ എഗെയിൻ നമുക്ക് നോക്കാം എന്താ ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. യെസ്, നിങ്ങൾ നോക്കി എഗെയിൻ ഇവിടെ ഓർഡർ ഫ്ലോ സ്റ്റിൽ ബുള്ളിഷ് ആയിട്ടല്ലേ മാർക്കറ്റ് മൂവ് ചെയ്യണേ, കണ്ടോ. ഇവിടെ ഒരു പർട്ടിക്കുലർ ബേസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു, ആ ബേസിൽ നിന്ന് എഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു അല്ലേ. ഇവിടെ ചെറിയ ഡിമാൻഡ് ബിൽഡപ്പ് മാർക്കറ്റിൽ ഉണ്ടായി. എഗെയിൻ ആ ഡിമാൻഡ് ബിൽഡപ്പ് ചെയ്യുന്ന മാർക്കറ്റ് എന്ത് ചെയ്തു, പുഷ് ചെയ്തു അല്ലേ. എഗെയിൻ പിന്നെ എന്താണ് സംഭവിച്ചത്, യെസ് കണ്ടിന്യൂസ് ക്ലിയർ ആയിട്ട് നമ്മുടെ ടാർഗറ്റ് ലെവൽ വന്നു. ഏകദേശം 1:4.6 ആ ഒരു റേഞ്ചിലുള്ള ട്രേഡ് ആയിരുന്നു. പക്ഷേ ഞാനിത് ഏകദേശം ഒരു 3.2 ഞാൻ എക്സിറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതിൽ മേലേക്ക് 1:3 മെയിൻലി ഞാൻ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നൊരു സ്ഥലം. അപ്പോൾ അതിന് മേളിലേക്ക് അതേപോലെ 2.5. സോ ഇങ്ങനെയുള്ള എൻട്രീസിൽ മാത്രമാണ് ഞാൻ കയറുന്നത്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഒരിക്കലും ഒരു പ്രശ്നമുള്ള കാര്യമല്ല. കാരണം എന്താ, പിന്നെ ഇവിടുത്തെ പ്രീമിയം സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതൽ ഇൻ ദ മണി പ്രീമിയംസാണ് യൂസ് ചെയ്യുക, സെലക്ട് ചെയ്യാറുള്ളത്. ഞാൻ OTMലോ ITMലോ ഒന്നും ട്രേഡ് ചെയ്യാറില്ല. അപ്പോൾ അതും കൂടെ നിങ്ങൾ ഫോക്കസ് ചെയ്യുക. ഇങ്ങനെയുള്ള മൊമെൻറ്റം പ്രോപ്പറായിട്ട് RRൽ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റണമെങ്കിൽ ഇൻ ദ മണിയിൽ തന്നെ ട്രേഡ് ചെയ്യണം. സോ ഇവിടെ അതിനുശേഷം എന്താ സംഭവിച്ചിട്ടുള്ളത്, ടാർഗറ്റ് എത്തി, പ്രോപ്പറായിട്ട് മാർക്കറ്റ് യെസ് കണ്ടോ. ഇവിടെ മാർക്കറ്റ് എന്താ ചെയ്തേ, ഇവിടെ നല്ല രീതിയിലൊരു ബിൽഡപ്പാണ് അല്ലേ. ഇവിടെ നല്ല രീതിയിലൊരു ബിൽഡപ്പ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ ഇവിടെ നോക്കിയേ, ഈ ഒരു ഡിമാൻഡിലേക്ക് വന്നു, ആ ഡിമാൻഡ് ഗ്രാബ് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് എന്താ ചെയ്യണേന്ന് നോക്കാം, ഡൗൺ സൈഡിലേക്ക് പോയി, കണ്ടോ. അപ്പോൾ ഇവിടെയുള്ള ഈ ഡിമാൻഡിനെ ഗ്രാബ് ചെയ്തു, കണ്ടോ. അപ്പോൾ എന്താ, ഇവിടെ ഓൾറെഡി മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള സെൽ ഓഫ്, കണ്ടോ. ഇവിടെ ഒരു സെൽ ഓഫ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിമാൻഡ് താഴെ ഹോൾഡ് ചെയ്താൽ പോലും എന്തായിരിക്കും നമുക്ക് അവിടെ കിട്ടുന്ന RR. ഓക്കെ, കണ്ടോ. ട്രെൻഡ് റിവേഴ്സൽ കിട്ടിയപ്പോൾ തന്നെ ഏകദേശം 1:3 അല്ലേ. 1:3 എന്നുള്ള ആ ഒരു പ്രൈസിൽ ആ റിസ്ക് റിവാർഡ് ഉണ്ടായിരുന്നു. സോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് നമ്മൾ പറഞ്ഞിട്ടുള്ള ലിക്വിഡിറ്റി, ഇവിടെ ലിക്വിഡിറ്റി കണ്ടോ, കംപ്ലീറ്റ് ട്രെൻഡിലേ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്ന കംപ്ലീറ്റ് ലിക്വിഡിറ്റി മാർക്കറ്റ് ടേക്ക് ചെയ്തു. മാർക്കറ്റ് മൂവ് ചെയ്യുക എങ്ങനെയാണ്, വെറുതെ മാർക്കറ്റ് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുമോ, ഇല്ല അല്ലേ. ഓർഡേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മാർക്കറ്റിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, മാർക്കറ്റിന് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ആ ഓർഡേഴ്സ് ഇവിടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നു.
സോ ഇവിടെ നിന്ന സമയത്ത് എന്താണ് താഴേക്ക് പോയിട്ട് കാര്യമുണ്ടോ? ഇല്ല അല്ലേ? കൂടുതൽ ഓർഡേഴ്സ് ഉള്ളത് എവിടെയാണ്? ഇവിടെയാണ്. സോ അത് ടേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് മാർക്കറ്റ് കണ്ടീഷൻ. മാർക്കറ്റ് അത് വന്ന് ടേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ? സോ എഗെയിൻ ലോ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് പിന്നീട് മാർക്കറ്റിൽ എന്താണ് ഇവിടെ നിന്ന് ഒരു കണ്ടിന്യൂഷനാണ് മാർക്കറ്റിൽ വന്നിട്ടുള്ളത്. സോ അതിനുശേഷം നമ്മൾ ടെലിഗ്രാമിലേക്ക് വരുന്ന സമയത്താണെങ്കിൽ നമ്മൾ കാര്യമായിട്ടൊന്നും തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കാണിച്ചു തരാം. സോ നല്ലൊരു ട്രേഡ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഏകദേശം ഒരു 700 പോയിൻറ്റ്സിൻ്റെ മൊമെൻറ്റത്തിൽ നമുക്ക് ഞാൻ ഒരിക്കലും ഒരു മൊമെൻറ്റത്തിനെ ബേസ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളല്ല. റിസ്ക് റിവാർഡ് എനിക്ക് അവിടെ എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് എത്ര വലിയ സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ, എത്ര ചെറിയ സ്റ്റോപ്പ് ലോസ് ആയിക്കോട്ടെ, റിസ്ക് റിവാർഡിൽ നിങ്ങൾക്കവിടെ 1000 രൂപ റിസ്ക് എടുത്തിട്ട് 3000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇനി 10,000 രൂപ റിസ്ക് എടുത്തിട്ട് 30,000 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ രീതിയിൽ വേണം നിങ്ങൾ ചിന്തിക്കാനായിട്ട്. നിങ്ങൾ എടുക്കുന്ന റിസ്കിൻ്റെ റിവാർഡിനേക്ക് വേണം നിങ്ങളെപ്പോഴും ഫോക്കസ് ചെയ്യാനായിട്ട്. സോ അതിനുശേഷം മാർക്കറ്റിൽ സംഭവിച്ചെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഹ്യൂജ്. ഇവിടെ കണ്ടോ, പ്രോപ്പറായിട്ട് നമുക്കിവിടെ പ്രോപ്പർ കൺഫർമേഷൻ റീ എൻട്രി, അടുത്ത ദിവസത്തിൽ പ്രോപ്പർ റീടെസ്റ്റ് എൻട്രി ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാനൊരു പ്ലാൻ ഈ ഒരു ആഴ്ചയിലേക്ക് എടുത്തിട്ടുള്ള പ്ലാൻ എന്താണോ ആ പ്ലാനിലേക്ക് മാത്രം ട്രേഡ് ചെയ്യുന്ന ഒരാളാണ്. അതിലെനിക്ക് എന്തോരം കൺഫർമേഷൻസ് താഴേക്ക് കിട്ടിയിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഞാൻ അതിന് എഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുന്ന ഒരാളല്ല. സോ അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. കാരണം ഞാൻ ഗ്രൂപ്പിലും അതിനുശേഷം നോക്കി കഴിഞ്ഞാൽ കണ്ടോ, പ്രോപ്പറായിട്ട് ഞാനിവിടെ പറഞ്ഞൊരു കാര്യം എന്താ, രാവിലെ തന്നെ സെയിം പ്ലാൻ മെൻഷൻ ചെയ്തിട്ടേക്കണത് നമ്മളുടെ അനാലിസിസ് വീഡിയോ മെൻഷൻ ചെയ്തിട്ട് സെയിം പ്ലാൻ നമ്മൾ ഓൾറെഡി പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ രാവിലെ തന്നെ കണ്ടോ, ഏകദേശം 620 പോയിൻറ്റ്സ് ആയപ്പോൾ ഞാൻ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയിൽ നമ്മളത് പ്രോപ്പറായിട്ട് പ്ലോട്ട് ചെയ്യണം. അതിന് ശേഷമുള്ള ദിവസം നിങ്ങൾ നോക്കിയാൽ 11th കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചത് ഞാൻ കാണിച്ചു തരാം. യെസ്, സോ കണ്ടോ, പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ LTF കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 11th നമ്മൾ പ്രോപ്പറായിട്ടുള്ള കൺഫർമേഷൻ തന്നു. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്തു. എഗെയിൻ 12th വന്ന സമയത്ത് ഇവിടെ എന്താണ്, സ്റ്റിൽ നമ്മൾ അപ്പ് സൈഡിലേക്കുള്ള കണ്ടീഷനാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. നമ്മളവിടെ ട്രേഡ് എടുക്കുന്നുണ്ടോ? ഇല്ല. ഞാൻ എന്താ പറഞ്ഞത്, എഗെയിൻ ഡിമാൻഡ് സോണിലാണ് കറൻ്റ്ലി കൺഫർമേഷൻ തന്നിട്ട്. സോ വെയിറ്റിംഗ് ടൈം ഫോർ നെക്സ്റ്റ് കൺഫർമേഷൻ സോൺ. മനസ്സിലാവും? നെക്സ്റ്റ് കൺഫർമേഷൻ സോണിലേക്ക് ഒരു വെയിറ്റിംഗ് ടൈമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ എഗെയിൻ നോക്കുകയാണെങ്കിൽ പിന്നെയും അപ്പോൾ ഇവിടെ ഞാൻ ഫുള്ള് വിട്ടിട്ടുള്ള LTF കൺഫർമേഷനാണ്. എനിക്കിവിടെ ഡൗൺ സൈഡിലേക്ക് എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ ഓൾറെഡി വീക്കിലി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള അപ്പ് സൈഡാണ്. ഇനി ഇവിടെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് വേണം. അപ്പോൾ മേജർ ഡിമാൻഡിലേക്ക് മാർക്കറ്റ് ടാപ്പ് ചെയ്തപ്പോൾ ഞാൻ LTF കൺഫർമേഷൻ്റെ അപ്പ് സൈഡ്. അവിടെ നമുക്ക് ഡൗൺ സൈഡിലേക്ക് ഒരു ട്രേഡിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല. അവിടെ അപ്പ് സൈഡിലേക്ക് ഞാൻ വെറുതെ വരുന്ന ഡിപ്പിലല്ല, നമ്മൾ കൺഫർമേഷൻ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്. കണ്ടോ, 13th വന്നു. 13th ഞാൻ എന്ത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, കുറച്ച് ന്യൂസ് ബേസ്ഡുള്ള റിസൾട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട് മാർക്കറ്റിൽ. LTF കൺഫർമേഷൻ അപ്പ് സൈഡ്. അപ്പോഴും ഞാൻ LTF കൺഫർമേഷൻ അപ്പ് സൈഡ് തന്നെ നോക്കണം. കാരണം എന്താണ്, അതിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനത്തെ കൺഫർമേഷൻ എന്ന് പറയാം. ഡീറ്റെയിൽ ആയിട്ട് വലിയൊരു വോയിസ് ഞാനിവിടെ ഇട്ടിട്ടുണ്ടെന്ന് ഞാൻ പ്ലേ ചെയ്യാം, എന്താണെന്നുള്ളത് ടൈമിൽ. സോ മാർക്കറ്റ് ഇപ്പോൾ കറന്റ് ഒരു വീക്ക്ലി സോണിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഹൈലി വോളട്ടൈൽ ആയിട്ടുള്ള ഒരു മൊമെന്റം ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഡൗൺ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാലും മാർക്കറ്റിൽ ഇപ്പോൾ ഒരു വീക്ക്ലി കണ്ടീഷനിൽ നിൽക്കണതുകൊണ്ട് തന്നെ മാർക്കറ്റ് അഗ്രസീവ് ആയിട്ട് പുഷ് ചെയ്യാനുള്ള ഒരു പ്രോബിലിറ്റി ഉണ്ട്. സോ അതാണ് നമ്മൾ ഡൗൺ സൈഡിലേക്ക് നോക്കാത്തത്. സ്റ്റിൽ ലോ ടൈം ഫ്രെയിമിന്റെ ഡയറക്ഷൻ ഡൗൺ സൈഡിലേക്കാണ്. പക്ഷെ നമുക്കിവിടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കൺഫർമേഷൻ വേണം. റിസ്ക് എൻട്രീസിലേക്ക് നമുക്കിപ്പോൾ നോക്കണ്ട, നമുക്ക് വൺ ഡയറക്ഷനിലേക്കുള്ള ഒരു കൺഫർമേഷൻ ആയിട്ട് നോക്കാം. സോ അതാണ് ഞാൻ LTF സ്റ്റിൽ ഡൗൺ സൈഡാണ്. അപ്പോൾ റിസ്ക് എൻട്രീസ് നോക്കുന്നവർക്ക് നോക്കാം. മെജോറിറ്റി ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. പ്രോപ്പർ ഡയറക്ഷനിലേക്കായിരിക്കും. ഹൈ ടൈം ഫ്രെയിം നമ്മൾ പ്രയോറിറ്റി കൊടുത്തിട്ടാണ് ചെയ്യണം. സോ വീക്കിലി ഓൾറെഡി ആ ഒരു മൈനർ ഡിമാൻഡിനെ ഓൾറെഡി ക്രോസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വീക്കെൻഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കൺഫേം ചെയ്യണമെങ്കിൽ ഈ പറയുന്ന വെള്ളിയാഴ്ച വരണം, എന്നാലാണ് നമുക്ക് കൺഫർമേഷൻ ആവുള്ളൂ. സോ അതുവരെ നമുക്കിവിടെ ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റില്ല. ഇവിടുന്ന് എപ്പോൾ വേണമെങ്കിലും ഒരു അഗ്രസീവ് ബൈയിങ് ഉണ്ടാവും. സോ നിങ്ങൾ ബാക്കി കേട്ടു പോവുക. സോ നമ്മൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു കാര്യം. നമുക്ക് വെയിറ്റ് ചെയ്യാം. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ ഒന്നുമില്ല, നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഇത്രയും സ്റ്റോക്കുകളും കൂടി ബുള്ളിഷ് ആയാലും മാത്രമാണ് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് അപ്പ് സൈഡിലേക്ക് നോക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നുള്ളത് കൂടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ സ്റ്റോക്കുകളുടെ അപ്ഡേറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് ചെയ്തു. സ്റ്റിൽ ഹോൾഡിംഗ് വീക്കിലി ഡിമാൻഡ് ഇവിടെ നമുക്ക് എന്തായാലും താഴേക്ക് നോക്കാൻ പറ്റില്ല. മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ റൂള് ഞാൻ എന്താണോ ഫോളോ ചെയ്യുന്നത് അതാണ് ഞാനിവിടെ പറയുന്നത്. സോ ഇങ്ങനെ പേഷ്യൻസ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻട്രാഡേ ട്രേഡ് അല്ലെങ്കിൽ മാർക്കറ്റിൽ നിങ്ങൾക്ക് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ മന്തിലേക്ക് ഇയറിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ വെയിറ്റ് ചെയ്യാൻ തയ്യാറാണോ? എല്ലാ ദിവസവും ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ആവണം, എല്ലാ ദിവസവും നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കണം, എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം. ഇതൊന്നും നടക്കുന്ന ഒരു കാര്യമില്ല. മനസ്സിലാവും? അപ്പോൾ അതിനുശേഷം എൻട്രി ആയല്ലോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. സോ ഇവിടെ ഞാൻ ഒരു പ്ലാനറ്റ് എന്താ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്ത് അടുത്ത റീടെസ്റ്റ് നമുക്ക് ഇങ്ങോട്ട് നോക്കാം. സ്റ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, അതിനെയും ബ്രേക്ക് ചെയ്ത് താഴേക്ക് വന്നു. സോ അടുത്ത ചേഞ്ച് വന്നു അല്ലേ. ആദ്യം മാർക്കറ്റ് ഈ ഒരു പുഷാണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെയായിരുന്നു സപ്ലൈ ഉണ്ടായിരുന്നു. ഇങ്ങനെ അടുത്തൊരു ബ്രേക്ക് ഔട്ട് വന്നു. സോ ഇതിനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രം അപ്പ് സൈഡ്. സോ അപ്പ് സൈഡിലേക്ക് കൺഫർമേഷൻ നോക്കി, അതേപോലെ കാര്യങ്ങൾ നമ്മൾ ഇതിൻ്റെ അകത്ത് വർക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ വേറെ ഒന്നും തന്നെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നില്ല അല്ലേ. മാർക്കറ്റ് പിന്നെ എന്താണ് ഓൾറെഡി ആയിരുന്നു
അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ പറഞ്ഞ പ്ലാനിലേക്ക് തന്നെ നമുക്കൊരു പ്രോപ്പർ എൻട്രി നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ആ എൻട്രി ഇവിടെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. സോ ഇത് നിങ്ങൾ ഇനിയും എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പേഷ്യൻസ് നിങ്ങൾ കൊണ്ടുവരിക. പ്രോപ്പറായിട്ടുള്ള ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമാണ്. ഇൻട്രാഡേ ട്രേഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻട്രാഡേ അല്ല, ട്രേഡിങ്ങുള്ള എല്ലാ കാര്യത്തിലും നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ സിറ്റുവേഷൻ. അപ്പോൾ എൻട്രി മോഡൽ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, വെബിനാഴ്സിലേക്ക് നിങ്ങൾ വരാം, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അതിൻ്റെ ലിങ്ക് താഴെ ഉണ്ട്. അപ്പോൾ അതിലേക്ക് എല്ലാവരും ജോയിൻ ആവാം. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലായില്ലായിരിക്കും അല്ലേ. ഇതാണ് നമ്മുടെ ബാങ്ക് നിഫ്റ്റി നടന്നിട്ടുള്ളത്. നിഫ്റ്റിയിൽ ഞാൻ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പ്രോപ്പർ പ്ലാൻ നിഫ്റ്റിയിൽ എക്സിക്യൂട്ട് ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ, പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞ ലെവലിൽ നിന്ന് നിഫ്റ്റി ഒരു പുഷ് തന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രോപ്പർ സോണിൽ നിന്ന് ഗ്രാബ് ചെയ്തതിന് ശേഷം നിഫ്റ്റി താഴേക്ക് ഒരു മൊമെൻറ്റം ക്രിയേറ്റ് ചെയ്യണമല്ലോ. 11th പ്രോപ്പർ 11th നമ്മൾ പറഞ്ഞ പ്ലാൻ തന്നെയാണ് നിഫ്റ്റിയിലും വന്നിട്ടുള്ളത്, വർക്കൗട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ഇവിടെ നിന്ന് നമ്മൾ എഗെയിൻ ഒരു കണ്ടിന്യൂഷൻ LTF നോക്കിയ സ്ഥലമാണ്. ഒന്നും ഇവിടെ എന്ത് ചെയ്തിട്ടില്ല, LTF കൺഫർമേഷൻ തന്നിട്ടില്ല. സോ ബാങ്ക് നിഫ്റ്റി പ്ലാൻ പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞു, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കും. സോ ഇനി നമുക്ക് നെക്സ്റ്റ് വീക്കിലേക്ക് എങ്ങനെ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. ഞാനിതെല്ലാം ഒന്ന് റിമൂവ് ചെയ്യാണ്. സോ നമുക്ക് എന്തായാലും ആദ്യം വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് വരാം. വീക്കിലി എന്താണ് കറൻ്റ്ലി ഉള്ള സിറ്റുവേഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നോർമലി നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ വീക്കിലി ബുള്ളിഷായിട്ട് തന്നെ നിൽക്കുകയാണ്. വീക്കിലി ഇപ്പോൾ ഒരു ഡിമാൻഡ് തന്നെ ഹോൾഡ് ചെയ്യണം അല്ലേ. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഇതൊക്കെ തന്നെയാണ് എല്ലാ വീക്കും പറയുന്നത്. ഞാനതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. സോ സ്റ്റിൽ എൻ്റെ വ്യൂ ഇപ്പോഴും ബുള്ളിഷാണ്. ഞാൻ ഇവിടെ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് അപ്പ് സൈഡിലേക്ക് തന്നെയാണ് വീക്കിലി കണ്ടീഷനിൽ. മനസ്സിലായോ? കാരണം എന്താ, ഡിമാൻഡ് ഹോൾഡ് ചെയ്യാണ്. ഡിമാൻഡിൽ വന്നിട്ട് നമുക്കൊരു കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിവിടെ കയറുള്ളൂ. ബുള്ളിഷാന്ന് പറഞ്ഞ് ഇവിടെ നമ്മൾ ബൈ ചെയ്ത് പിടിക്കാൻ പോണില്ല. ഇനി ഉണ്ടാവുന്ന ഒരു സംശയം എന്താണ്, എല്ലാവർക്കും ഉണ്ടാവുന്ന സംശയമാണ്, ഇത്രയും വലിയ റിജക്ഷൻ ക്യാൻഡിൽ വരുമ്പോൾ മാർക്കറ്റ് ഇനിയും താഴേക്ക് വരുമോ എന്നുള്ളത് അല്ലേ. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിത് നോക്കാം. പ്രീവിയസ് മാർക്കറ്റ് വന്നിട്ടുള്ള സിനാരിയോ നമുക്ക് നോക്കാം. യെസ്, ഈ ഒരു സിനാരിയോയിൽ മാർക്കറ്റ് എന്താണ്, ഹ്യൂജ് റിജക്ഷൻ തന്ന് നമ്മളിപ്പോൾ കാണുന്ന സെയിം സിറ്റുവേഷനിൽ തന്നെയുള്ളൊരു മാർക്കറ്റാണ്. സോ ഇവിടെ മാർക്കറ്റ് എങ്ങനെയാണ് റിയാക്ട് ചെയ്തിട്ടുള്ളത്? യെസ്, നോക്കാം. യെസ്, മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, പുഷ് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതൊരു എക്സാമ്പിളാണ് അല്ലേ. സോ എഗെയിൻ നമുക്ക് അടുത്തൊരു എക്സാമ്പിളിലേക്ക് നോക്കാം. ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്താണ്, ഇവിടെ മാർക്കറ്റ് ബ്രേക്ക്ഔട്ട് തന്നിട്ട് നമ്മൾ ഇപ്പോഴത്തെ സിനാരിയോ പ്രോപ്പർ വീക്കിലി ഡിമാൻഡിലേക്കാണ് മാർക്കറ്റ് വന്നിട്ടുള്ളത്. ഈ ഒരു ക്ലോസ് ചെയ്യുന്ന വരെ, ഈ ഒരു വീക്ക് എൻഡ് ആവുന്നത് വരെ ഇവിടെയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബെയറിഷ് ക്യാൻഡിലാണ് മാർക്കറ്റുള്ളത്. അതിനുശേഷം മാർക്കറ്റ് മൂവ് ചെയ്ത് എങ്ങനെയാണ്, വളരെ ഇമ്പൾസീവ് ആയിട്ടുള്ള സിനാരിയോ. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് കറൻ്റ്ലി ഇവിടെ നിങ്ങൾക്ക് എന്ത് സെൻറ്റിമെൻറ്റ്സ് ആണോ മാർക്കറ്റിൽ ടോട്ടലി സ്റ്റോക്കിൻ്റെ കേസിൽ ഉണ്ടായിട്ടുള്ളത്, ആ സെയിം സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ് ഇപ്പോഴും മാർക്കറ്റിലുള്ളത്. മനസ്സിലാവും, ഒരു വ്യത്യാസമില്ല. മനസ്സിലാവും. അപ്പോൾ എഗെയിൻ അടുത്ത് നോക്കാം നമുക്ക്. സോ ഇവിടെയും മാർക്കറ്റ് താഴേക്ക് വന്ന സമയത്ത് നോക്കിക്കേ, ഹ്യൂജ് സെൽ ഓഫ് തന്നെയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. കണ്ടോ, വലിയൊരു ഗ്യാപ്പിലാണ് മാർക്കറ്റ് ഡൗൺ സൈഡിൽ ഓപ്പൺ ആയിട്ടുള്ളത്. എന്നിട്ട് മാർക്കറ്റ് മേളിലേക്ക് മൂവ് ചെയ്ത് എങ്ങനെയാണ്, ഇമ്പൾസീവ് ആയിട്ടുള്ള. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് എപ്പോഴും ഇതേപോലത്തെ സിറ്റുവേഷനിൽ ഉണ്ടാവുന്ന സെൻറ്റിമെൻറ്റ്സും ഇതിന് ശേഷം മാർക്കറ്റ് മൂവ് ചെയ്യാൻ പോകുന്നതും കുറച്ച് ടൈം കഴിയുമ്പോഴാണ് ഇത് മൂവ് ചെയ്യുന്നത് നമ്മളറിയാം. പക്ഷേ ഇത് സിനാരിയോ, ഇതിന് മുമ്പ് നടന്നിട്ടുള്ള സിനാരിയോനെ ബേസ് ചെയ്ത് നമ്മൾ ഇങ്ങനത്തെ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്കിതിൽ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? സോ അതിനെല്ലാവരും നിങ്ങളുടെ മൈൻഡ് സെറ്റിന് പ്രോപ്പറായിട്ട് അതിലേക്ക് വെക്കുക. പിന്നെ നമ്മൾ ചാടി അവിടെ എൻട്രി കയറുന്നുണ്ടോ ഇല്ല, പ്രോപ്പർ കൺഫർമേഷൻസ് ഒക്കെ നോക്കിയിട്ടല്ലേ കയറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് സിസ്റ്റമാണ്. ആ സിസ്റ്റത്തിലേക്ക് എല്ലാവരും ഫോക്കസ് ചെയ്യുക. അതിലേക്ക് നിങ്ങൾ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കണ്ട് അതിനെ മനസ്സിലാക്കി അതിൽ നിങ്ങൾ എത്രത്തോളം ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരണോ അതിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക. അപ്പോൾ ഇതാണ് കറണ്ട് സിറ്റുവേഷൻ. ഇനി നമുക്ക് എന്തായാലും പ്ലാൻസിലേക്ക് വരാം. ഇനി വേണ്ട കൺഫർമേഷൻ ഓൾറെഡി നമ്മളത് ടെലിഗ്രാമിൽ പ്ലോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യണം. അപ്പോൾ മാർക്കറ്റ് എന്തായാലും ഓടി അവിടെ എത്തട്ടെ അല്ലേ. ഫൈൻ. ഇതാണ് കറൻ്റ്ലി സിറ്റുവേഷൻ. നമ്മളിവിടെ എടുക്കാൻ പോകുന്ന കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ സിറ്റുവേഷനിൽ ഡെയിലി ടൈം ഫ്രെയിം എന്ത് ചെയ്ത് നിൽക്കുകയാണ്, ഡെയിലി ടൈം ഫ്രെയിമിൻ്റെ ഡിമാൻഡ് തന്നെ ഹോൾഡ് ചെയ്യാണ്. കണ്ടോ, ഡെയിലി മാർക്കറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക്ഔട്ടിന് ശേഷം ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെൻറ്റം മാർക്കറ്റിൻ്റെ ഡെയിലി ഡിമാൻഡ് എന്ന് പറയുന്നത് ഈ ഒരു ലെവലിലാണ്. മനസ്സിലായോ? അപ്പോഴാണ് ശരിക്കും മാർക്കറ്റ് ഡെയിലി ഡിമാൻഡ് ടാപ്പ് ചെയ്തിട്ടുള്ളത്. ഡെയിലി വീക്കിലി ഡിമാൻഡിലാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. സോ ഇനി മാർക്കറ്റിൽ നോക്കേണ്ട അടുത്ത കേസ് എന്താണ്, ലോവർ ടൈം ഫ്രെയിം 1 ഹവറിൻ്റെ കണ്ടീഷൻ എന്താണ്. 1 ഹവർ സ്റ്റിൽ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്രേക്ക്ഔട്ട് തന്നതിന് ശേഷം ഈ ഒരു ലെവലിനെ ക്രോസ് ചെയ്തു അല്ലേ. ശരിക്കും പറഞ്ഞൊരു ലിക്വിഡിറ്റി ഗ്രാബാണ് ഇവിടെ തന്നിട്ടുള്ളത്. എഗെയിൻ മാർക്കറ്റ് ഡൗൺ സൈഡിലേക്കാണ് ഇപ്പോൾ കറൻ്റ്ലി പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ ഒരു സപ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ 1 ഹവറിൽ ഈ ഒരു ലെവലാണ് സപ്ലൈ ഉള്ളത്. സോ 1 ഹവർ ഡൗൺ സൈഡാണ്. പക്ഷെ പേടിക്കേണ്ട, 1 ഹവറെ ബേസ് ചെയ്തിട്ട് മാർക്കറ്റ് ഇപ്പോൾ എന്ത് ചെയ്ത് നിൽക്കുകയാണ്, മാർക്കറ്റ് ഇവിടെ ഒരു പുതിയ ബ്രേക്ക്ഔട്ട് സ്ട്രക്ചർ തന്നിട്ട് നിൽക്കുകയാണ് അല്ലേ, പുതിയൊരു ബ്രേക്ക്ഔട്ടിൽ നിൽക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ
ഇനി മാർക്കറ്റിൽ ഒരു റീടെസ്റ്റിനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. സോ നമുക്ക് അങ്ങനെ തന്നെ നോക്കാം അല്ലേ. ഇപ്പോൾ വീക്കിലി മാർക്കറ്റ് ഇവിടെ നമുക്ക് പ്രോപ്പർ കൺഫർമേഷൻ എടുത്താൽ അടുത്തൊരു ടാർഗറ്റ് ലെവൽ നിങ്ങൾ മൺഡേ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്ക് നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ കിട്ടിയ ടാർഗറ്റ് ലെവലായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ലെവൽ ഇതിനെ കൺസിഡർ ചെയ്യാം, സെക്കൻഡ് ലെവൽ ഈ പറയുന്ന ഹൈയിലേക്ക് കൺസിഡർ ചെയ്യാം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ ഓൺ ഗോയിങ് ടെലിഗ്രാമിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് പറഞ്ഞു തരാം. നിങ്ങൾ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് കാര്യങ്ങൾ നോക്കി എക്സിക്യൂട്ട് ചെയ്താൽ മാത്രം മതി. യെസ് ഫൈൻ. നമുക്കിനി ലോ ടൈം ഫ്രെയിമിലേക്ക് വരാം. ഞാൻ പറയുന്നത് 15 മിനിറ്റിലേക്ക് വരാം. ഓക്കെ, 15 മിനിറ്റിലൂടെ എന്താ സംഭവിച്ചിട്ടുള്ളത്? നമുക്കിവിടെ വേണ്ടത് 15 മിനിറ്റ് ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡൗൺ സൈഡ് ട്രെൻഡല്ലേ അല്ലേ. നോക്കിക്കേ സ്ട്രക്ചർ എങ്ങനെയാണ് ഇവിടെ പോണേ. 15 മിനിറ്റിൽ എന്ത് ചെയ്യണേ? ഒന്ന് നിങ്ങൾക്ക് സ്ട്രക്ചർ അല്ലെങ്കിൽ ട്രെൻഡിന് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് സൂം ഔട്ട് ചെയ്ത് നോക്കുക. നോക്കിക്കേ ലോ 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 ഹൈ ലോ 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 ഹൈ അല്ലേ ലോ 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 ഹൈ ലോ 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 ഹൈ ലോ ലോ. സോ ലാസ്റ്റത്തെ ലോവർ ലോയും ലോവർ ഹൈ എവിടെയാണെന്നുള്ള ഐഡൻറ്റിഫൈ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഇത് നമുക്ക് പ്രോപ്പറായിട്ട് നോക്കിയിട്ട് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പ്രോപ്പർ ബ്രേക്ക് ഔട്ട് മാർക്കറ്റിലുണ്ട് അല്ലേ. യെസ്, മാർക്കറ്റിൽ ഇവിടെ പ്രോപ്പറായിട്ടുള്ള ബ്രേക്ക് ഔട്ട് ഉണ്ട്. ബ്രേക്ക് ഔട്ട് നമുക്ക് കാണാം അല്ലേ. ഫൈൻ, സപ്ലൈ ആണ് കൺട്രോൾ ചെയ്യണത്. യെസ്, സോ ഇപ്പോഴും ഞാൻ പറയണു ഈ സപ്ലൈനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ലെവലിനെ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അടുത്ത റീടെസ്റ്റിൽ അപ്പ് സൈഡിലേക്ക് പ്ലാൻ എടുക്കാം 15 മിനിറ്റിൽ. അതിനനുസരിച്ച് നമുക്ക് ലോ ടൈം ഫ്രെയിമിൽ പ്ലാൻ ഞാൻ ഒരിക്കലും ഇപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല. കാരണം ഇത് സിനാരിയോ നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സിറ്റുവേഷൻ ബേസ് ചെയ്തിട്ട് ചേഞ്ചസ് ഉണ്ടാവും. ജസ്റ്റ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുന്നു, റീടെസ്റ്റ് ചെയ്യുന്നു, കണ്ടിന്യൂഷൻ. ഇതിൻ്റെ ടാർഗറ്റ് ലെവൽ എങ്ങടാ, ഈ പറയുന്ന ലെവലിലേക്കാണ് ടാർഗറ്റ് ലെവൽ നമ്മൾ നോക്കാം. ഓക്കെ, സോ ആ ഒരു ടാർഗറ്റിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്തിട്ടുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ് സിറ്റുവേഷൻ. പക്ഷേ കൺഫർമേഷൻ ഇപ്പോൾ കറൻ്റ്ലി വേണ്ടത് എവിടെയാണ്? ഇതാണ് കറൻ്റ്ലി ഇപ്പോഴത്തെ സിറ്റുവേഷൻ കേട്ടോ. ഇതിൽ ചേഞ്ചസ് വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമുക്ക് അപ്പ് സൈഡിലേക്ക് പോകാനായിട്ട് വേണ്ട ഒരു ലെവൽ. ഇതിപ്പോൾ നാളെ മാർക്കറ്റ് അഗെയിൻ എന്ത് ചെയ്യാണ്, ഈ ഒരു ലെവലിൽ നിന്ന് ഒരു പുതിയ ലോവർ ലോ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താണ്, പുതിയൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ആയി കണ്ടോ. അപ്പോൾ ഇതിവിടെ വരും, അപ്പോൾ ഈ സോൺ ഇങ്ങോട്ട് വരും, ഈ സോൺ ഇങ്ങോട്ട് വരും, ഇതെവിടെ വരും, ഇത് ഇങ്ങോട്ട് വരും. സോ കൺഫർമേഷൻ അപ്പോൾ കുറച്ചും കൂടി ഡൗൺ സൈഡിലേക്ക് നമുക്ക് വരും. സ്ട്രക്ചർ ചേഞ്ച് ആവുന്നതനുസരിച്ച് നമുക്ക് കൺഫർമേഷൻസിൽ ചേഞ്ച് ക്രിയേറ്റ് ആവും. സോ എന്നിട്ട് മാത്രം അപ്പ് സൈഡിലേക്ക് നമ്മൾ നോക്കുള്ളൂ, അല്ലാതെ നമ്മൾ ചാടിക്കറി അപ്പ് സൈഡിലേക്ക് നോക്കില്ല. ഫസ്റ്റ് ടാർഗറ്റ് ലെവൽ ഇതാണ്. സോ അതിനിടയിൽ ഇത്ര അഗ്രസീവായിട്ടുള്ള സെല്ലിങ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഡൗട്ട് ഉണ്ടാവും. സോ അതൊന്നും നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല, നമ്മളത് ഓൺ ടൈമിൽ അപ്ഡേറ്റ് ചെയ്യാം. ഇവിടെയൊക്കെ ചെറിയ റീട്രേസ്മെൻറ്റ് വന്നാലേ ഉള്ളൂ. മാർക്കറ്റ് വീക്കിലി സോണിൽ നിന്ന് പുഷ് നിങ്ങൾ കണ്ടതാണല്ലോ. അപ്പോൾ ആ രീതിയിലുള്ള പുഷ് ഇവിടെ നിന്ന് വന്നാൽ ഇവിടെ നിന്ന് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന മൊമെൻറ്റം വളരെ അഗ്രസീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും മൈൻഡിൽ വെച്ചേക്കുക. നെക്സ്റ്റ് ടാർഗറ്റ് ലെവൽ നമുക്ക് ഇതിനെ കൺസിഡർ ചെയ്യാം. ഇപ്പോൾ ഡെയിലി നോക്കുന്ന സിറ്റുവേഷൻസിൽ മാർക്കറ്റ് സ്റ്റിൽ ബുള്ളിഷാണ്. ഡെയിലി പ്ലാൻ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വ്യൂ സ്റ്റിൽ ഇവിടെ നിന്ന് ഇതാണ് എൻ്റെ ടാർഗറ്റ് സോൺ. ഞാനപ്പോൾ ഇക്വിലിബ്രിയത്തിലാണ് ടാർഗറ്റ് ഫസ്റ്റ് ചെയ്യുക. സോ നിങ്ങൾക്കറിയാം നമ്മൾ ഈ 2 ലെവൽ നോക്കിയാൽ ഇക്വിലിബ്രിയം ആ സോണിലേക്കാണ്. സോ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്ന വേറെ കാര്യം എന്താ, സ്റ്റോക്ക്. അത് ഞാൻ ടെലിഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം. കാരണം സ്റ്റോക്കും കൂടെ നമ്മൾ അനാലിസിസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ ലെങ്തി സെക്ഷൻ ആവും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറിംഗ് ആയിപ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്റ്റോക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം. നമുക്ക് നിഫ്റ്റിയുടെ കേസിലേക്ക് വരാം. നിഫ്റ്റിയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആണ് പുതിയൊരു കാര്യത്തിലേക്ക് നമ്മൾ വരാം. നിഫ്റ്റി എന്ത് ചെയ്ത് നിൽക്കുക, റെയർ സിറ്റുവേഷൻ ആണല്ലേ. നിഫ്റ്റിയുടെ അറിയാം കുറേ ന്യൂസ് റിസൾട്ടൊക്കെ മോശമായിട്ട് കുറേ കാര്യങ്ങൾ മാർക്കറ്റിൽ നിഫ്റ്റി ബേസ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റി നല്ല രീതിയിൽ സെല്ല് ചെയ്യാൻ നിൽക്കുക. പിന്നെ ഇവിടെ ഇപ്പോൾ എന്ത് ഡിസിഷൻ എടുക്കും എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാവും. സോ വീക്കിലിനെ മാർക്കറ്റ് ക്രോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത മേജർ ലെവൽ ഏതാ, മന്ത്ലി ആണ് അല്ലേ. അപ്പോൾ മന്ത്ലി മാർക്കറ്റിൽ ഒരു ബ്രേക്ക് ഔട്ട് അല്ലെങ്കിൽ ഒരു റേഞ്ച് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എവിടെയാണ്, ഇവിടെ ഒരു ബേസ് മാർക്കറ്റിലുണ്ട് അല്ലേ. അപ്പോൾ ടോട്ടലി മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യെസ്, മന്ത്ലി മാർക്കറ്റിൻ്റെ നമ്മുടെ ഇതെന്താണ്, ഇലക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ ഇലക്ഷനെ കണക്ട് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഇക്വിലിബ്രിയം സോണിലാണ് നിൽക്കുന്നത്. അപ്പോൾ വീക്കിലി ഡിമാൻഡ് ഫെയിൽ ആയത് നിങ്ങൾ വലിയ കാര്യമാക്കണം. നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു ബൈയിങ് കണ്ടീഷൻ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ വീക്കിലി നോക്കാമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്, ഈ ഒരു ക്യാൻഡിൽ നല്ല ഇമ്പൾസീവായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള മൂവ്മെൻ്റ് ആണ് അല്ലേ. ഇതൊന്നും ന്യൂസ് ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെൻറ്റ് ഒന്നുമല്ല, പ്രോപ്പറായിട്ടുള്ളൊരു വോളിയത്തിൽ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് നടന്നിട്ടുള്ളൊരു ബൈയിങ് ലെവലാണ്. സോ എഗെയിൻ അവിടെ നിന്നൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള ചാൻസ് നമുക്ക് നോക്കാം അല്ലേ. ഇനി ഇവിടെ വേണ്ടത് എന്താ, സ്റ്റോക്കുകളും കൂടെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ അല്ലെങ്കിൽ സ്റ്റോക്കും കൂടെ നല്ല സ്ട്രോങ് ആയിട്ട് വരികയാണ് നമുക്ക് ഇവിടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന മന്ത്ലി ബേസിസാണ് ഞാൻ പറയണേ. മന്ത്ലി ബേസിലാണ് ഞാൻ പറയണേ. സോ ഇവിടെയും നമ്മൾ കൺഫർമേഷൻ എടുക്കുക എങ്ങനെയാണ്, ഇവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഡെയിലി കണ്ടീഷൻ്റെ സിറ്റുവേഷൻ നമുക്ക് ആദ്യം നോക്കണം. കാരണം എന്താ, ഡെയിലി റിവേഴ്സ് ആയിട്ട് നിൽക്കുകയല്ലേ നിഫ്റ്റി അല്ലേ. ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ബ്രേക്ക് ഔട്ട് ഇതാണ്. യെസ്,
ഡെയിലി ബ്രേക്ക് മാർക്കറ്റ് തന്ന് നിൽക്കുകയാണ്. എന്തായാലും റീടെസ്റ്റ് ചാൻസ് ഉണ്ട് അല്ലേ? ബ്രേക്ക് ഔട്ട് തന്നിട്ട് മാർക്കറ്റ് റീടെസ്റ്റ് ഇപ്പം തരാനുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡൗൺ സൈഡിലേക്ക് ഒരു ഡെയിലി ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്. കറൻ്റ്ലി ഡെയിലി സപ്ലൈ എവിടെയാണ്? ഇവിടെയാണ് കറൻ്റ്ലി ഡെയിലി സപ്ലൈ വരിക. സോ സ്റ്റിൽ സപ്ലൈ ആണ് കറൻ്റ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓക്കെ. അപ്പോൾ ഇനി നമുക്കിവിടെ വേണ്ടത് ജസ്റ്റ് 1 ഹവറിലേക്കും സ്വിച്ച് ചെയ്യാം. 1 ഹവർ നമുക്ക് ആ ഒരു ലെവൽ തന്നെയാണ് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റുക അല്ലേ? നോക്കിയേ, ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒറ്റ പുഷാണ് അല്ലേ? ടോട്ടലി ഡെയിലി ടൈം ഫ്രെയിമിൽ നമുക്കൊരു പ്ലാൻ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഒരു റീടെസ്റ്റ് ചാൻസ് ഉള്ളതായിട്ട് കാണാം. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് ബാങ്ക് നിഫ്റ്റി കോർഡിനേറ്റ് ചെയ്യുന്ന സമയത്തും നിഫ്റ്റിയുടെ സ്റ്റോക്കും കൂടെ കോർഡിനേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കൺഫർമേഷൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് നമുക്ക് ഇവിടെ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം ട്രൈ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ലെവൽ ഇതാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്ത് വേണം? കൺഫർമേഷൻ വേണം. കൺഫർമേഷൻ ഉണ്ടെങ്കിലാണ് കാര്യങ്ങൾ നടക്കുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ അറിയാം കറൻ്റ്ലി മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡിന് എന്താണ് ഒരു സ്ട്രെങ്ത് കുറഞ്ഞ് മാർക്കറ്റിൽ ട്രെൻഡ് വന്നിട്ടുള്ളതായിട്ട് കാണാം. സോ ഇവിടെ നമുക്ക് പ്രോപ്പർ ബ്രേക്ക് ഔട്ട് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം. സോ ഇതാണ് കറൻ്റ്ലി മാർക്കറ്റിലുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുള്ളത്. സപ്ലൈ സോൺ എവിടെയാണ്? ഇതാണ് സപ്ലൈ സോൺ. ഓക്കെ. സോ കറൻ്റ്ലി ഈ സപ്ലൈനെ ഫെയിൽ ആക്കുകയാണെങ്കിൽ ഡെയിലി ഈ പ്ലാനിലേക്ക് നമുക്ക് നോക്കാം അല്ലേ? അതാണ് കറൻ്റ്ലി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി കോറിലേഷൻ നോക്കുന്ന സമയത്ത് എന്താണ്, രണ്ടുപേരും ഈ രീതിയിലൊരു മൊമെൻറ്റം തന്നു കഴിഞ്ഞാൽ വളരെ അഗ്രസീവായിട്ട് കണ്ടിന്യൂ ചെയ്യാനുള്ള പ്രോബബിലിറ്റി ഹൈ ആണ്. സോ ബാക്കി പ്ലാൻസും LTF കൺഫർമേഷൻസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ നോക്കാം. പിന്നെ LTF കൺഫർമേഷൻ എപ്പോഴും പറഞ്ഞ് ഗ്രൂപ്പിലിടാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് പോസിബിൾ. കാരണം ആ ഒരു അറ്റ് എ ടൈമിൽ കൺഫർമേഷൻ എടുത്ത് ഗ്രൂപ്പിൽ പ്ലോട്ട് ചെയ്യുക, അതെവിടെയാണ് കൺഫർമേഷൻ ലെവൽ എന്ന് മാത്രമേ എനിക്ക് പ്ലോട്ട് ചെയ്തിടാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ? ആ സമയത്ത് എന്താ എനിക്ക് ട്രേഡ് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സോ ഞാൻ കുറച്ചും കൂടി അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യുക. കുറച്ചും കൂടി അഡ്വാൻസ് SMC ആണ് ഞാൻ നോക്കണേ. SMC ആണെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോൾ ഓണായിട്ട് ഒരു എക്സ്പീരിയൻസ് നിന്ന് ബിൽഡ് ചെയ്തിട്ടുള്ള ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രസൻസ് ബേസ് ചെയ്തിട്ടുള്ള എൻട്രീസ് ആണ് ഞാൻ നോക്കുക. സോ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ? ഇക്വിലിബ്രിയം അല്ലേ? അപ്പോൾ അതറിയാത്തവരുണ്ടെങ്കിൽ മറക്കണ്ട, നിങ്ങൾ സെഷൻ ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയ ബ്രേക്ക് ഔട്ട് നമുക്ക് വേണ്ടതെന്ന് കൺഫർമേഷൻ, ഈ ലെവൽ ബ്രേക്ക് ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കൺഫർമേഷൻ കിട്ടിയാൽ മാത്രം നമ്മൾ അപ്സൈഡ് നോക്കുന്നുള്ളൂ. എഗെയിൻ ഒരു ബ്രേക്ക് ഔട്ട് താഴെ ഇനി വന്നു കഴിഞ്ഞാൽ എന്താ, ഈ ലെവൽ ഇങ്ങോട്ട് വരുന്നു, ചേഞ്ചസ് ഉണ്ടാവും. ഇത് ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യാം കേട്ടോ. ടെലിഗ്രാമിൽ ഞാൻ എന്തായാലും പറയാം കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത്. LTF കൺഫർമേഷൻ ഇത് നമ്മൾ 15 മിനിറ്റിൻ്റെ പ്ലാനാണ് നോക്കിയിട്ടുള്ളത്. ഇതിന് നമ്മൾ 1 മിനിറ്റിലേക്കും 2 മിനിറ്റിലേക്കൊക്കെ റിഫൈൻ ചെയ്യും. സോ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. എന്തായാലും ഞാൻ ലെവൽസ് ഇടാം. ഈ ഒരു കൺഫർമേഷൻ കിട്ടുമ്പോഴാണ് നമ്മൾ പുതിയ പ്ലാൻസിലേക്ക് വരിക. അതുവരെ നമുക്ക് നിലവിൽ എന്താ വേറെ പരിപാടിയൊന്നുമില്ല. താഴേക്ക് ഞാൻ നോക്കാനായിട്ട് എന്തായാലും ഉദ്ദേശിച്ചിട്ടില്ല. കാരണം ഈ ഒരു ലെവൽ ആയതുകൊണ്ടിട്ട് കൂടിയാണ്, ബാങ്ക് നിഫ്റ്റിയും കൂടെ ഈ ഒരു ലെവലിൽ നിൽക്കുന്നതുകൊണ്ടാണ്. സോ നമ്മുടെ മാർക്കറ്റ് സ്റ്റിൽ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. ആ ഒരു സെൻറ്റിമെൻറ്റ്സിന് വെച്ചിട്ടുള്ള നമ്മൾ കണ്ടീഷൻസിനെ വെച്ചിട്ടാണ് എപ്പോഴും ട്രേഡ് ചെയ്യാറുള്ളത്. മനസ്സിലായോ? നമ്മളൊരു ഇൻട്രാ ട്രേഡർ ആണെങ്കിൽ അവിടെ നമുക്ക് സെൻറ്റിമെൻറ്റ്സിൻ്റെ ഒപ്പം പോകരുത്, പ്രോപ്പർ കണ്ടീഷൻസിൻ്റെ ഒപ്പം നിങ്ങൾ ട്രേഡിലേക്ക് വന്നു. സോ ഇതാണ് കറൻ്റ്ലി നമ്മളുടെ ഈ ഒരു നെക്സ്റ്റ് ഒരു വീക്കിലേക്കുള്ളത്. കുറച്ച് ലെങ്തി സെക്ഷനാണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മൾ കാര്യങ്ങൾ എത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എന്തായാലും ലെങ്തി സെക്ഷൻ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡുകളൊക്കെ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്, കുറേ പേര് വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് ഉണ്ടായിരുന്നു, പ്രോഫിറ്റിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു, നല്ല രീതിയിലുള്ള ട്രേഡുകൾ എടുക്കാൻ പറ്റി, വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടായി. അപ്പോൾ എല്ലാത്തിലും വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ കമൻറ്റിൽ അപ്ഡേറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഇറ്റ്സ് മൈ അബ്ജു സൈനിങ് ഓഫ്.